ഓരോ സ്വഹാബിയുടെ മനസ്സിലും പ്രതീക്ഷ വളർന്നു, ആ സൗഭാഗ്യം തനിക്ക് കിട്ടുമോ? ആ രാത്രിയുടെ ചിന്ത അതുതന്നെ. നേരം പുലർന്നു, എല്ലാവരും ആകാംക്ഷയിലാണ്. അലി എവിടെ? നബിതങ്ങൾ അന്വേഷിച്ചു. കണ്ണ് രോഗം ബാധിച്ച് വിശ്രമിക്കുകയാണ്. അലിയെ വിളിക്കൂ. അലിയെ വിളിച്ചുകൊണ്ടുവന്നു. ശക്തമായ കണ്ണുരോഗം, വല്ലാത്ത അസ്വസ്ഥത. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. വെളിച്ചം കാണാൻ പ്രയാസം. ഇരുട്ടിൽ പോയി കിടന്നാൽ മതി. നബിതങ്ങൾ തന്റെ ഉമിനീർ അലിയുടെ കണ്ണിൽ പുരട്ടി. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. ഒരു നവോന്മേഷം കൈവന്നു. അലി, ഈ കൊടി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. മുമ്പോട്ടു പോവുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണെന്നറിയിക്കുക. നീ കാരണം ഒരാൾ സന്മാർഗം പ്രാപിച്ചാൽ അതായിരിക്കും അനേകം ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നല്ലത്. കണ്ണുരോഗം ശമനമായി. വർദ്ധിച്ച വീര്യത്തോടെ മുന്നേറി. ജൂതന്മാരുടെ സേനാനായകൻ മർഹബ് അലി തങ്ങൾ അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അവൻ അവജ്ഞയോടെ അലിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. മർഹബും അലിയും ഏറ്റുമുട്ടി. ഉഗ്രപോരാട്ടം. മർഹബ് ആഞ്ഞുവെട്ടി. അലി പരിചകൊണ്ട് തടുത്തു. വെട്ടിന്റെ ശക്തിയിൽ പരിച തെറിച്ചുപോയി. ശത്രു വീണ്ടും വാൾ വീശുകയാണ്. പരിച കൈവശമില്ല. വെട്ട് തടുക്കാൻ സമീപത്ത് ഒരു സാധനവുമില്ല. കോട്ടയുടെ വാതിലുണ്ട്. ഭാരം വളരെ കൂടുതലാണ്. അതൊന്ന് പൊക്കാൻ നല്ല ആരോഗ്യമുള്ള 40 ആളുകൾ വേണം. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഒരു ചാട്ടം. കോട്ടവാതിലിൽ പിടിച്ചു ശക്തമായൊരു വലി. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഒറ്റ വലി. കോട്ടവാതിൽ പൊളിഞ്ഞു. ഒറ്റക്ക് കോട്ടവാതിൽ പൊക്കിയെടുത്തു. മർഹബിനെ നേരിട്ടു. അടുത്ത നിമിഷം മർഹബ് തല തകർന്ന് താഴെ വീണു. അവന്റെ ശരീരം ചിതറിപ്പോയി. മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കോട്ടയ്ക്കകത്തേക്ക് കുതിച്ചുകയറി. ഖൈബർ വിജയം അലിത്തങ്ങളുടെ വിജയം. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക വിജയമാണിത്. ഹിജ്റ 8-ാം വർഷം. നിബിതങ്ങൾ മക്ക മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. നീക്കങ്ങളെല്ലാം പരമരഹസ്യമാണ്. ഖുറൈശികൾ യാതൊന്നും അറിയരുത്. ഒരു ദിവസം അനുയായികളോടൊപ്പം മക്കയിൽ പ്രവേശിക്കുക. നേരത്തെ ഒരു വിവരവും അവർക്ക് കിട്ടരുത്. ഹാത്തിബ് എന്ന സ്വഹാബിയാണ്. അദ്ദേഹം ഒരു കത്തെഴുതി. ഖുറൈശികൾക്കയക്കാനുള്ള കത്ത്. നിബിതങ്ങളുടെ പുറപ്പാടിനെക്കുറിച്ചായിരുന്നു. കത്ത് തന്റെ ഭാര്യയും കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും മക്കയിലാണ്. അവരെ സംരക്ഷിക്കാനാളില്ല. ഖുറൈശികൾ അവരെ നോക്കണം. അതിനുവേണ്ടി ഖുറൈശികൾക്ക് ഒരു ഉപകാരം ചെയ്യാം. ഈ ചിന്തയിൽ നിന്നാണ് കത്ത് പിറന്നത്. ഒരു സ്ത്രീ കത്തുമായി പുറപ്പെട്ടു. മുടിക്കെട്ടിനുള്ളിലാണ് കത്ത്. സ്ത്രീ യാത്ര പുറപ്പെട്ടു. അല്ലാഹുവിൽ നിന്ന് ദിവ്യസന്ദേശം വന്നു. നിബിതങ്ങൾ വിവരമറിഞ്ഞു. നല്ല കുതിരസവാരി അറിയുന്നവരെ വിടണം. സ്ത്രീയെ പിടികൂടി കത്ത് കൈവശപ്പെടുത്താൻ സാഹസികരായ 2 പേരെ അയക്കാം. ഒന്നാമൻ അലി തന്നെ. കൂടെ സുബൈർ. കുതിരകൾ അതിശീഘ്രം പാഞ്ഞു. നിബിതങ്ങൾ സൂചിപ്പിച്ച സ്ഥലത്ത് വെച്ചുതന്നെ സ്ത്രീയെ കണ്ടെത്തി. നിന്റെ കൈവശമുള്ള കത്ത് തരൂ. എന്റെ കൈവശം കത്തില്ല. ഉണ്ട്, മര്യാദക്ക് കത്ത് തരണം, അല്ലെങ്കിൽ നിന്റെ ദേഹം പരിശോധിക്കും. സ്ത്രീ ഭയന്നുപോയി. മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്തുകൊടുത്തു. അലിയും സുബൈറും കത്ത് നിബിതങ്ങളെ ഏൽപ്പിച്ചു. ഹാത്തിബ് ബദറിൽ പങ്കെടുത്തിരുന്നു. അതിനാൽ നടപടിയൊന്നുമുണ്ടായില്ല. അലി തങ്ങളെ നബിതങ്ങൾ യമനിലേക്കയച്ചു. ഇസ്ലാം മതപ്രചരണത്തിനു വേണ്ടിയാണ് അയച്ചത്. യമനിലെത്തി പലരെയും കണ്ട് സംസാരിച്ചു. പ്രഭാഷണങ്ങൾ നടത്തി. ശ്രോതാക്കളുടെ മനസ്സിലേക്കിറങ്ങിച്ചെല്ലുന്ന ആകർഷകമായ സംസാരം. ഹമദാൻ ഗോത്രം അപ്പാടെ ഇസ്ലാം സ്വീകരിച്ചു. ഈ വാർത്ത അറിയിച്ചുകൊണ്ട് അലി തങ്ങളൊരു കത്തെഴുതി നബിതങ്ങൾക്കയച്ചുകൊടുത്തു. കത്ത് വായിച്ചു കേട്ട നബിതങ്ങൾ സന്തോഷവാനായി. നന്ദിയുടെ സുജൂദ് ചെയ്തു. സുജൂദിൽ നിന്ന് ശിരസ്സുയർത്തി 2 തവണ ഇങ്ങനെ പറഞ്ഞു: ഹമദാനികൾക്കു സമാധാനം, ഹമദാനികൾക്കു സമാധാനം. ഹിജ്റ 9-ാം വർഷം ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്കയച്ചു. അവർ പോയ ശേഷം ചില ഖുർആൻ വചനങ്ങൾ അവതരിച്ചു. ആ വചനങ്ങൾ മക്കയിലുള്ളവരെ അറിയിക്കണം. അതിനുവേണ്ടി അലിത്തങ്ങൾ അവർകളെ അയച്ചു. വഴിയിൽ വെച്ചുതന്നെ അവർ കണ്ടുമുട്ടി. പിന്നീട് മക്കയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു. മക്കക്കാരെ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ അലിതങ്ങൾ ഓതിക്കേൾപ്പിച്ചു. എല്ലാവരും ഹജ്ജ് നിർവഹിച്ചു. വിടവാങ്ങൽ ഹജ്ജ്. നബിതങ്ങളുടെ നേതൃത്വത്തിൽ 1,00,000-ലധികം മുസ്ലിങ്ങൾ മക്കയിലെത്തി. അലി കൂടെത്തന്നെയുണ്ട്. ഓരോ കർമ്മവും നടക്കുമ്പോൾ തൊട്ടടുത്തു തന്നെയുണ്ട്. അറഫായിൽ ഒന്നിച്ചുണ്ട്. ബലിദിനം നബിതങ്ങൾ 100 ഒട്ടകത്തെ അറുക്കാൻ നിശ്ചയിച്ചു. 63 ഒട്ടകങ്ങളെ നബിതങ്ങൾ തന്നെ അറുത്തു. ബാക്കിയുള്ളവയെ അലി അറുത്തു. മിനായിൽ രാപ്പാർത്തു. മക്കയിൽ തിരിച്ചെത്തി. വിടവാങ്ങൽ തൊവാഫ് നടത്തി. ജനങ്ങളോട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോകാൻ കൽപ്പിച്ചു. എല്ലാവരും
അവിടെ വെച്ച് നബിതങ്ങൾ പ്രസംഗിച്ചു. പ്രസംഗത്തിൽ അലി തങ്ങളെ മഹത്വങ്ങൾ വിവരിച്ചു. ജനങ്ങൾ അതിശയത്തോടെ കേട്ടുകൊണ്ടിരുന്നു. നബിതങ്ങൾ ഇതുകൂടി പറഞ്ഞു, അലിയെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കും. അലിയോട് ശത്രുത കാണിക്കുന്നവരോട് അല്ലാഹുവും ശത്രുത പുലർത്തും. അലി തങ്ങളെ ആത്മീയവും ഭൗതികവുമായ ഔന്നിത്യം മനസ്സിലാക്കാൻ പ്രേരണ നൽകുന്ന വചനം. ദുൽഹജ്ജ് മാസത്തിൽ തന്നെ അവർ മദീനയിലെത്തി. സ്വഹാബികളുടെ മനസ്സുകളിൽ ഒരു ദുഃഖചിന്തയുണ്ട്. വിടവാങ്ങൽ ഹജ്ജോടുകൂടി മതത്തിന്റെ പൂർത്തീകരണം നടന്നിരിക്കുന്നു. എല്ലാവരും അതിൽ ആഹ്ലാദിച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ദുഃഖിതനായി കാണപ്പെട്ടു. കാരണം തിരക്കിയപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: മതത്തിന്റെ പൂർത്തീകരണം നടന്നാൽ പിന്നെ പ്രവാചകന്റെ ആവശ്യം കഴിഞ്ഞു. അവിടുത്തെ വിയോഗത്തിന്റെ സൂചനയാണിത്. അപ്പോഴാണ് എല്ലാവരും അതുവഴി ചിന്തിച്ചത്. ദുൽഹജ്ജ് അവസാനിച്ചു. പുതുവർഷം പിറന്നു. മുഹറം സഫർ മാസങ്ങൾ മുമ്പിലുണ്ട്. പിന്നെ വരുന്നത് റബീഉൽ അവൽ മാസം. റബീഉൽ അവലിലാണ് വിയോഗം നടക്കുന്നത്. പനി വന്നു. പനി കൂടി ബോധക്ഷയം വന്നു. മസ്ജിദിലേക്ക് പോവാൻ പറ്റാതായി. നബിതങ്ങളെ പരിചരിക്കാൻ അലി തങ്ങളും ഫാത്തിമ ബീവിയും കൂടെ തന്നെയുണ്ട്. ഉത്കണ്ഠ നിറഞ്ഞ മദീന നിസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് നേതൃത്വം നൽകുന്നു. എവിടെയും ദുഃഖം മാത്രം. ഫാത്തിമ ബീവി ഉപ്പയുടെ അടുത്തിരിക്കുന്നു. കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുന്നു. ഉപ്പ മകളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. മകൾ കരയാൻ തുടങ്ങി. രണ്ടാമതും സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മകൾ ചിരിച്ചു. നബിതങ്ങൾ പറഞ്ഞതെന്താണെന്ന് പിന്നീടാണ് വെളിപ്പെടുത്തിയത്. ഈ രോഗത്തിൽ ഞാൻ രക്ഷപ്പെടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കരഞ്ഞു, ഞാൻ മരണപ്പെട്ട ശേഷം എന്റെ അടുത്ത് ആദ്യം എത്തിച്ചേരുന്ന കുടുംബാംഗം നീയായിരിക്കും. അത് പറഞ്ഞപ്പോൾ ചിരിച്ചു. നിസ്കാരം, സക്കാത്ത്, അടിമകളുടെ അവകാശങ്ങൾ നൽകൽ എന്നിവ കൃത്യമായി നടത്തണമെന്ന് വഫാത്തിനു തൊട്ടുമുമ്പ് വസീയത്ത് ചെയ്തതായി അലി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അവസാനഘട്ടം സമാഗതമാവുകയാണ്. സുബഹി നിസ്കാരം നടക്കുമ്പോൾ അലി തങ്ങളെയും ഫസലുബ്നു അബ്ബാസ് തങ്ങളെയും ചുമലിൽ താങ്ങിക്കൊണ്ട് മസ്ജിദിൽ പോയി. സിദ്ദീഖ് തങ്ങളുടെ വലതുവശത്തിരുന്നുകൊണ്ട് നബിതങ്ങൾ നിസ്കരിച്ചു. ആയിഷ ബീവിയുടെ മുറിയിൽ വെച്ചാണ് വഫാത്തായത്. അലി, അബ്ബാസ്, പുത്രൻ ഫസൽ, ഖുസാം, ഉസാമ ബിൻ സയ്ദ് എന്നിവർ ചേർന്നാണ് കുളിപ്പിച്ചത്. ഉസാമയും ശുക്രാനും വെള്ളമൊഴിച്ചു കൊടുത്തു. അലി തങ്ങൾ ശരീരം കഴുകി. എന്തൊരു സുഗന്ധം! കുളിപ്പിച്ചുകൊണ്ടിരുന്ന അലി പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും അങ്ങയുടെ ശരീരത്തിന് എന്തു നല്ല സുഗന്ധം! കുളിപ്പിക്കൽ കർമ്മം പൂർത്തിയായി. കഫൻ ചെയ്തു. കഫൻ ചെയ്യൽ കർമ്മത്തിന്റെ വിശദാംശങ്ങൾ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. സന്ദർശകർക്കുവേണ്ടി പള്ളിയുടെ ഭാഗത്തെ വാതിൽ തുറന്നു. അവസാനമായൊന്നു നോക്കാൻ, ജനാസ നിസ്കാരം നിർവഹിക്കാൻ ആളുകളുടെ പ്രവാഹമായി. ഖബറടക്കൽ കർമ്മത്തിന് നേതൃത്വം വഹിച്ചതും അലി തങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളായിരുന്നു. എല്ലാം കഴിഞ്ഞു. റൗള ഷരീഫിൽ ദുഃഖിച്ചിരിക്കാൻ അലി തങ്ങൾക്ക് സമയമില്ല. ഓർമ്മകൾ തിരതല്ലി വരികയാണ്. അവയ്ക്കൊന്നും പിടികൊടുക്കാതെ സമൂഹത്തെ ശാന്തരാക്കാനും അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കാനും വേണ്ടി അലി രംഗത്തു വന്നു. തിരക്കോട് തിരക്കുള്ള ദിവസങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് ഒന്നാം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഖലീഫയെന്ന നിലയിലുള്ള ആദ്യത്തെ പ്രസംഗം നടത്തി. ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ അലി ബൈഅത്ത് നടത്തി. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി സ്ഥാനമേറ്റ ദിവസം തന്നെ അലിതങ്ങൾ ബൈഅത്ത് നടന്നുവെന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന കാര്യങ്ങളിലെല്ലാം ഒന്നാം ഖലീഫ അലിതങ്ങളുമായി കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. നബിതങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 6 മാസമായി. ഫാത്തിമ ബീവിക്ക് പിതാവിനടുത്തേക്ക് പോവാൻ സമയമായി. പ്രസംഗത്തിനിടയിൽ പോലും നബിതങ്ങൾ ഫാത്തിമയെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ എന്റെ ശരീരത്തിന്റെ കഷണമാണ്. ആരവരെ ദുഃഖിപ്പിക്കുന്നുവോ അവരെന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്. ഈ വിധത്തിലായിരുന്നു നബിതങ്ങളുടെ പ്രശംസ. നബിതങ്ങൾ യാത്ര പോകുമ്പോൾ അവസാനം സന്ദർശിക്കുക ഫാത്തിമ ബീവിയെയായിരിക്കും. യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യം സന്ദർശിക്കുക ഫാത്തിമ ബീവിയെയായിരിക്കും. ഫാത്തിമയ്ക്ക് നബിതങ്ങളുമായി വല്ലാത്ത രൂപസാദൃശ്യമുണ്ടായിരുന്നു. മഗ്രിബിനും ഇശാഇനുമിടയിലായിരുന്നു ഫാത്തിമ ബീവിയുടെ വഫാത്ത്. മരണവാർത്ത കേട്ട് മദീന ഞെട്ടിപ്പോയി. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, സുബൈർ, അബ്ദുറഹ്മാനുബിന് ഔഫ് തുടങ്ങിയവർ പെട്ടെന്നുതന്നെ വന്നുചേർന്നു. ജനാസ നിസ്കാരത്തിന് താങ്കൾ നേതൃത്വം നൽകണം. അലി തങ്ങൾ ഖലീഫയോടാവശ്യപ്പെട്ടു. താങ്കൾ ഉള്ളപ്പോഴോ? ഖലീഫ ചോദിച്ചു. അലി നിർബന്ധം തുടർന്നു. ഖലീഫ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഹിജറ 11 റമളാൻ 3-നായിരുന്നു വഫാത്ത്. അലി ഫാത്തിമ ദമ്പതികൾക്ക് 5 മക്കളുണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, സൈനബ്, ഉർമുകുൽസും. നബിതങ്ങളുടെ വിയോഗദുഃഖം അലിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിൽ പ്രിയ പത്നി ഫാത്തിമയുടെ വിയോഗം. ദുഃഖത്തിനുമേൽ ദുഃഖം. സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം, ഭിന്നിക്കരുത്. ഇതിനുവേണ്ടി ഏത് ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഒന്നാം ഖലീഫ ഭരണം നടത്തിയത് 2 വർഷവും 3 മാസവുമായിരുന്നു. 63-ാം വയസ്സിൽ ഖലീഫ വഫാത്തായി. വീണ്ടും ദുഃഖത്തിന്റെ ദിനങ്ങൾ. മദീന ശോകമൂകമായി. ആയിഷ ബീവി പിതാവിനെയോർത്ത് കരഞ്ഞു. ഖലീഫയുടെ മരണവാർത്തയറിഞ്ഞ് അലി വീട്ടിൽ ഓടിയെത്തി. നിശ്ചലനായി കിടക്കുന്ന ഖലീഫയെ നോക്കി അലി പറഞ്ഞ വികാരഭരിതമായ വാക്കുകൾ കാലത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. വന്യരായ അബൂബക്കർ, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. നബിതങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ ഒന്നാമതായി ക്ഷണം സ്വീകരിച്ച പുരുഷനാണ് താങ്കൾ.
എല്ലാവരെക്കാളും മുമ്പേ താങ്കൾ ഇസ്ലാമും ഈമാനും പൂർണ്ണമാക്കി. ഏറ്റവും കൂടുതൽ തഖ്വവ ഭയഭക്തി താങ്കളുടെ മനസ്സിലാണ്. നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് താങ്കളെയാണ്. എല്ലാവരും പ്രവാചകനെ കളവാക്കിയപ്പോൾ താങ്കൾ സത്യമാക്കി. താങ്കൾ സിദ്ദീഖ് എന്ന് വാഴ്ത്തപ്പെട്ടു. എല്ലാവരും കൈവിട്ടപ്പോൾ കൂടെ നിന്നു രണ്ടിൽ രണ്ടാമനായി ഹിജ്റയിൽ സഹയാത്രികനായിരുന്നു. ഏറ്റവും നല്ല പിൻഗാമിയായി സേവനം ചെയ്തു. അല്ലാഹുവിന് പ്രിയങ്കരനാണ് താങ്കൾ. അല്ലാഹു താങ്കൾക്ക് ഉചിതമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഖലീഫയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അധികാരത്തിൽ വന്നു. രണ്ടാം ഖലീഫയും അലി തങ്ങളുടെ സേവനം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന കാര്യങ്ങളിലെല്ലാം കൂടിയാലോചന നടത്തിയിരുന്നു. സങ്കീർണ പ്രശ്നങ്ങൾ എത്ര ലളിതമായാണ് അലി തങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഉമർ തങ്ങൾക്ക് സഹായകരമായി നീറുന്ന പ്രശ്നങ്ങൾ അലിയുടെ സഹായത്തോടെ പരിഹരിച്ച ശേഷം ഉമർ പറഞ്ഞു, അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചത് തന്നെ. എല്ലാവരുടെയും ഓർമ്മയിൽ ഒരു നബിവചനമുണ്ട്. അലിയാണ് ഏറ്റവും നല്ല വിധികർത്താവ്. ഒരിക്കൽ ഉമർ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞാണ് മടങ്ങിവന്നത്. ഇക്കാലത്ത് ഭരണനിർവഹണം നടത്തിയത് അലിയായിരുന്നു. ഫാത്തിമ ബീവിയുടെ വഫാത്തുവരെ അലി മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല. അവരുടെ വഫാത്തിനു ശേഷം ചില വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഉമർ തങ്ങളുടെ ഓമന മകളാണ് ഉമ്മുകുൽസും. ഉമ്മുകുൽസുമിനെ അലി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഉമർ അലി തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി ദൃഢമായി. നഹാവന്ത് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ അത്യുഗ്ര പോരാട്ടം. മുസ്ലിങ്ങളെ ലോകശക്തികൾ ഒന്നിച്ചാക്രമിക്കുകയാണ്. ശത്രുക്കൾക്കെതിരെ യുദ്ധം നയിക്കാൻ ഖലീഫ സന്നദ്ധനായി. പലരും ഖലീഫയെ പ്രോത്സാഹിപ്പിച്ചു. അലി തങ്ങൾ സമ്മതിച്ചില്ല. ന്യായങ്ങൾ നിരത്തി സംസാരിച്ചു. അലി പറഞ്ഞത് സത്യമാണെന്ന് ഖലീഫ സമ്മതിച്ചു. നുഹ്മാനുബിന് മുഖറിനെ സൈന്യാധിപനായി നിയോഗിച്ചു. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാൻ അലി ഖലീഫയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് അനിവാര്യമായിരുന്നു. അങ്ങനെ അവിസ്മരണീയമായ ചരിത്രവേളയുണ്ടായിത്തീർന്നു. ഉമർ തങ്ങൾ വധിക്കപ്പെട്ട ദിവസം അലി ദുഃഖം സഹിക്കാതെ കരഞ്ഞുപോയി. പുതപ്പിട്ടുമൂടിയ ഖലീഫയുടെ മയ്യത്തിനു മുമ്പിൽ അലി വന്നുനിന്ന രംഗം കണ്ടവരാരും മറക്കില്ല. ചില വാചകങ്ങൾ പറഞ്ഞു. പിന്നെ സംസാരിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് പലരും അലിയോട് ചോദിച്ചു. താങ്കൾ സഹിക്കാനാവാത്ത സങ്കടത്തിലായിരുന്നു. സ്വയം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു. എന്താണ് കാരണം? മറുപടി ഒരു വാചകം മാത്രം. ഉമറിന്റെ മരണം കൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ നഷ്ടം അന്ത്യനാൾ വരെ നികത്താൻ കഴിയുകയില്ല. ആ വസ്തുത എനിക്കറിയാം. അതാണ് എന്നെ കരയിപ്പിച്ചത്. മൂന്നാം ഖലീഫ ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങൾ ധാനകാര്യങ്ങളിലെല്ലാം അലിയുടെ ഉപദേശം തേടിയിരുന്നു. സബായികൾ എന്ന അക്രമി സംഘം മൂന്നാം ഖലീഫയെ ഉപരോധിച്ച ഘട്ടത്തിൽ അലി അവരുമായി എത്രയോ തവണ വാക്പോര് നടത്തിയിട്ടുണ്ട്. ഖലീഫയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മക്കളായ ഹസനെയും ഹുസൈനെയും കാവൽ നിർത്തിയിരുന്നു. വിപ്ലവകാരികൾ വെള്ളം നിരോധിച്ചു. ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കടത്താൻ സമ്മതിച്ചില്ല. വിപ്ലവകാരികൾ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അവർക്കിടയിലൂടെ ഒരു പാത്രം വെള്ളവുമായി ഞെങ്ങിഞ്ഞെരുങ്ങിപ്പോവുന്ന അലി തങ്ങളെ കാണാം. പലപ്പോഴും പാത്രം താഴെ വീഴും എന്ന നിലയിൽ വെള്ളം വീട്ടിലെത്തിക്കുക തന്നെ ചെയ്തു. വിപ്ലവകാരികൾ ഖലീഫയെ ഹജ്ജിന് പോകാൻ വിട്ടില്ല. ഒടുവിൽ അലി ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. വൃദ്ധനായ ഖലീഫയെ വിപ്ലവകാരികൾ വധിച്ചു. എന്തൊരു വാർത്തയാണിത്! അലി എത്ര വിഷമിച്ചുപോയ ദിവസമാണത്! പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നുവന്നു. സമൂഹം ഭിന്നിക്കുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പലരും അലി തങ്ങളെ കാണാൻ വരുന്നു. സമൂഹം നാശത്തിന്റെ വക്കിലാണ്. ഈ സമുദായത്തെ രക്ഷിക്കാൻ താങ്കൾ ലീഡർഷിപ്പ് നൽകണം. താങ്കൾ ഖലീഫയാകണം. ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം. ദയവായി എന്നെ ഒഴിവാക്കുക. മറ്റാരെയെങ്കിലും ഖലീഫയാക്കുക. അലി തന്റെ നിലപാട് വ്യക്തമാക്കി. മദീന കലങ്ങിമറിയുകയാണ്. ആയിരക്കണക്കായ വിപ്ലവകാരികൾ ഖലീഫയുടെ വീടും പൊതുഖജനാവും കൊള്ളയടിച്ചു കഴിഞ്ഞു. അവർ പല രാജ്യങ്ങളിലേക്ക് കടന്നു. അവരെ പിടികൂടുക, ശിക്ഷിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഖലീഫ രക്തസാക്ഷിയായിട്ട് ദിവസങ്ങളായി. നേതാവുണ്ടായിട്ടില്ല. എല്ലാവരും അലി തങ്ങളെയാണ് നോക്കുന്നത്. അലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പല പ്രമുഖന്മാരും വന്നു സമ്മർദ്ദം ചെലുത്തി. ഖലീഫയായി വരാൻ താങ്കളെപ്പോലെ യോഗ്യനായ ഒരാളെയും ഞങ്ങൾ കാണുന്നില്ല. താങ്കൾ ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയാലും പലരും നിർബന്ധിച്ചതിനാൽ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടി വന്നു. ഹിജ്റ 35 ദുൽഖഅദ് 24 വെള്ളിയാഴ്ച ദിവസം അന്ന് മസ്ജിദിൽ വെച്ച് ഖലീഫയായി പള്ളിയിലെത്തിയവരെല്ലാം ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് കഴിഞ്ഞ ശേഷം അലി തങ്ങൾ ഒരു പ്രസംഗം നടത്തി. ഖലീഫ എന്ന നിലയിൽ ആദ്യ പ്രസംഗം മുസ്ലിം രക്തം പവിത്രമാണെന്നും അതിന് വിലയുണ്ടെന്നും വ്യക്തമാക്കുന്ന പ്രസംഗം. ഒരു മുസ്ലിമിന്റെയും രക്തമൊഴുക്കരുത്. അന്ത്യനാളിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. അതിൽ നന്മയും തിന്മയും വേർതിരിച്ചു തന്നിട്ടുണ്ട്. നന്മ പിൻപറ്റുക, തിന്മ ഒഴിവാക്കുക ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ കുറ്റമാണ്. അല്ലാഹുവിനെ അനുസരിക്കുക. സന്ദർഭത്തിനൊത്ത പ്രസംഗമാണ് നടത്തിയത്.
മൂന്നാം ഖലീഫയുടെ രക്തത്തിനുപോലും വിലയില്ലെന്ന ചിന്ത പടർന്ന സാഹചര്യത്തിൽ രക്തത്തിന്റെ വിലയും പരിശുദ്ധിയും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. നാട്ടിലാകെ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. സാധാരണക്കാർ കിംവദന്തികളിൽ പെട്ടുപോയിട്ടുണ്ട്. അല്ലാത്തവരും. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി വരികയാണ്. എവിടെ ചെന്നാലും ഉസ്മാൻ തങ്ങളുടെ വധിക്കപ്പെട്ടതാണ് ചർച്ച. ഘാതകരെ പിടിച്ച് ശിക്ഷിക്കണമെന്ന മുറവിളി ഉയർന്നു. കുറ്റക്കാരെ പിടികൂടുന്നതിൽ അലി ഉദാസീനത കാണിക്കുന്നു എന്നൊരു വാർത്തയും തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാമിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സബായികൾ എന്ന കക്ഷി അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാക്കി. ആരായിരുന്നു അലി? അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു വചനം നോക്കാം. ആ വചനം മതി അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ. ദുനിയാവിന്റെ നിറപ്പകിട്ടിൽ വീഴില്ല. ധനം, അധികാരം, പദവി, ആഡംബരം ഇവയൊന്നും വേണ്ട. സത്യം മാത്രം പറയുക, സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുക. ഇതായിരുന്നു നിലപാട്. ഖിലാഫത്ത് അധികാരമാണ്, ഉത്തരവാദിത്തമാണ്. എവിടെയും സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളും. ഭരണാധികാരികൾക്ക് നയങ്ങളും പരിപാടികളുമുണ്ടാകും, പല നീക്കുപോക്കുകളുമുണ്ടാകും, നിലനിർത്താൻ പല അടവുകൾ പയറ്റും. ലോകമെങ്ങും കാണുന്ന കാര്യങ്ങളാണിവ. അലി തങ്ങളെ നിലപാടെന്താണ്? സത്യമെന്ന് പൂർണ്ണബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുതന്നെ. ഇക്കാര്യത്തിൽ ആരുടെയും വ്യക്തിതാൽപര്യങ്ങൾ പരിഗണിക്കുകയില്ല. ഇങ്ങനെ പോയാൽ പലരുടെയും ശത്രുത സമ്പാദിക്കേണ്ടിവരും. അതൊന്നും സാരമില്ല. സത്യത്തിനുവേണ്ടി ജീവൻ നൽകേണ്ടി വന്നാൽ നൽകാം. നാടാകെ തെറ്റിദ്ധാരണകൾ പടരുകയാണ്. തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി സംസാരിക്കാം. പറയുന്ന കാര്യങ്ങൾ ജനം വിശ്വസിച്ചില്ലെങ്കിലോ? പലരുടെയും മനസ്സിൽ ശത്രുതയുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം വന്ന ശത്രുത. അവർ ആയുധമേന്തി തന്നെ ആക്രമണിക്കാൻ വന്നേക്കാം. എന്തു ചെയ്യും? ആക്രമിക്കാൻ വരുന്നവർ യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല, മിത്രങ്ങൾ തന്നെയാണ്. അത് തനിക്കറിയാം. അറിഞ്ഞിട്ടെന്തു ഫലം? മിത്രങ്ങളുടെ മനസ്സിൽ ശത്രുത ആയുധമണിഞ്ഞുവരുന്നു. തന്നെ ആക്രമിക്കുന്നു. താൻ എന്തു ചെയ്യും? തിരിച്ചും ആക്രമിക്കേണ്ടിവരും. കടുത്ത ദുഃഖത്തോടെ ഒരു ഹ്യൂമൻ ഇങ്ങനെ ഒരവസ്ഥ വന്നുപെട്ടാൽ. ആ അവസ്ഥയിലാണ് അലി തങ്ങൾ. തന്നെ ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. താൻ ഒഴിഞ്ഞുമാറാൻ നോക്കി സമ്മതിച്ചില്ല, നിർബന്ധിച്ചു ഏറ്റു. ഈ സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? ഖലീഫയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു നൽകണം. പല ഭാഗങ്ങളിലും അതുണ്ടായില്ല. അവർ അടങ്ങിയിരിക്കുന്നോ? അതുമില്ല. അവർ ജനങ്ങളെ സംഘടിപ്പിച്ചു, അവരെ ആയുധമണിയിച്ചു, യുദ്ധസജ്ജരാക്കി. ആർക്കെതിരെ? ഖലീഫയ്ക്കെതിരെ. ഇവിടെയാണ് അലി തങ്ങളുടെ ത്യാഗം നാം അറിയേണ്ടത്. ബൈഅത്ത് ചെയ്ത ചിലർ പോലും പിന്മാറിക്കളഞ്ഞു. ഖലീഫയുടെ മനസ്സിലെ ദുഃഖത്തിന്റെ ആഴമെത്രയാണ്! ഖലീഫ ജനങ്ങളോട് പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ആശയം ഇങ്ങനെയാകുന്നു: സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ നന്നായി പഠിക്കുക. ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ദുനിയാവ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരലോകം സമീപിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക. ഭൗതിക സുഖങ്ങൾ ത്യജിച്ച സഹോദരങ്ങൾ എങ്ങനെയാണിവിടെ ജീവിച്ചത്? അവർ ഭൂമിയെ പരവതാനിയാക്കി, മണ്ണ് വിരിപ്പാക്കി, വെള്ളത്തെ സുഗന്ധമായി കണ്ടു. അറിയുക, ആഖിറത്തെ കൊതിക്കുന്നവർ ദേഹേച്ഛകളെ വെടിയുന്നു. നരകത്തെ ഭയന്നവൻ നിയമങ്ങൾ അനുസരിക്കും. നിയമവിരുദ്ധമായതൊന്നും ചെയ്യില്ല. സ്വർഗമാശിക്കുന്നവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ധൃതി കാണിക്കുന്നു. സജ്ജനങ്ങൾ രാത്രിയിൽ ധാരാളം സുന്നത്ത് നിസ്കരിക്കും, ദുആ ഇരക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. കവിളുകളിലൂടെ കണ്ണുനീർ ചാലിച്ചൊഴുകും. പകലിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ദാഹവിവശരാവും. പലർക്കും നോമ്പായിരിക്കും. ക്ഷീണിതരാണവർ. അവരെ കാണുന്നവർ പറയും, അവർ രോഗികളാണ്. അല്ല, അവർക്ക് രോഗമില്ല. പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണവരെ ക്ഷീണിപ്പിച്ചത്. മനസ്സിൽ തട്ടുന്ന പ്രസംഗം. പക്ഷെ ഫലം വന്നില്ല. ഇനിയുള്ള രംഗങ്ങൾ നടുക്കത്തോടെയല്ലാതെ ഓർക്കാൻ വയ്യ. ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ. ഇരുഭാഗത്തും മുസ്ലിങ്ങൾ. ഇരുചേരിയിലും സ്വഹാബികളുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സൂത്രങ്ങൾ വിജയിക്കുന്നു. വാൾമുനകൾ ഏറ്റുമുട്ടുന്നു. രക്തം ചിന്തുന്നു. മുസ്ലിം യോദ്ധാക്കൾ മരിച്ചു വീഴുന്നു. എന്തൊരു രംഗമപ്പോഴോ! അലി തങ്ങൾ പ്രസംഗിക്കുന്നു, ഐഹിക ജീവിതം ഇത് നശ്വരമാണ്. ഇതൊരു ഓട്ടപ്പന്തയമാണ്, മോഹങ്ങൾക്ക് പുറകെ ഓടാൻ പ്രേരിപ്പിക്കുന്നത്. ഐഹിക ജീവിതത്തിന് പരിധിയുണ്ട്. അതിനപ്പുറം ഓടാനാവില്ല. തളർന്നു വീഴും. ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടരുത്. എല്ലാ പ്രതീക്ഷകളും അല്ലാഹുവിൽ അർപ്പിക്കുക. അവന്റെ വിധി സ്വീകരിക്കുക. അതിൽ തൃപ്തരാവുക. പ്രതീക്ഷയോടെ കർമ്മങ്ങൾ നിർവഹിക്കുക. സത്യം മുറുകെ പിടിക്കുക. സത്യം കൺമുമ്പിലുണ്ട്. അത് അവഗണിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ്. സത്യം ഉപയോഗപ്പെടുത്താത്തവരാണവർ. സത്യം ഉപകരിക്കാത്തവനെ മിഥ്യകൾ ഉപദ്രവിക്കും. അവർക്ക് ശാന്തിയില്ല, സമാധാനമില്ല, അസ്വസ്ഥത മാത്രം. അറിയുക, ദുനിയാവ് വർത്തമാനകാലത്തിന്റെ സഭയാണ്. അത് സൂക്ഷിച്ചുവെക്കണം. പരലോകം യാഥാർത്ഥ്യമാണ്.
ശാശ്വതമാണ്. അതിനുവേണ്ടി യത്നിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് 2 കാര്യങ്ങളാണ്: ദേഹേച്ഛകളെ പിന്തുടരൽ, മോഹങ്ങളുടെ ആധിക്യം. രണ്ടും ഭയാനകമാണ്. ദേഹേച്ഛകൾ സത്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. മോഹങ്ങളുടെ ആധിക്യം പരലോകത്തെ മറപ്പിച്ചുകളയും. ഇത്തരം പ്രസംഗങ്ങൾ പലയിടത്തും നടന്നു. അലി തങ്ങളെ ജീവിതം സത്യത്തിനുവേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹത്തെ തേടുന്ന വീട് പരലോകം. സത്യവിശ്വാസിക്ക് ഭൂമി കർമ്മരംഗമാണ്. ഭൂമിയിൽ കർമ്മം ചെയ്താലേ പരലോകത്തെ ഫലം കിട്ടുകയുള്ളൂ. പ്രവാചകന്മാർ വന്നത് ഇവിടെയാണ്. വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ അവതരിച്ചതിവിടെയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനമായ കഅബ ഇവിടെയാണ്. സത്യവിശ്വാസികൾ ഇവിടെ കാരുണ്യം വിതച്ചു, തൊഴിലെടുത്ത് ജീവിച്ചു, ഭൂമി ശാന്തിയുടെ കേന്ദ്രമാക്കി മാറ്റി. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവർ സ്വർഗം സമ്പാദിച്ചു. ഒരു പ്രസംഗത്തിൽ അലി ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്: അലി കുട്ടിപ്രായത്തിൽ ഇസ്ലാമിൽ വന്നതാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിനു വേണ്ടി നന്നായി കഷ്ടപ്പെട്ടു. വളരുംതോറും ജോലിഭാരം കൂടിക്കൂടി വന്നു. വിശ്രമം എന്തെന്നറിയാത്ത ജീവിതം, സത്യത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം. അവസാന ദിവസം വരെ അങ്ങനെ തന്നെയായിരുന്നു ജീവിതം. എല്ലാം ദീനിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി. ഹജ്ജത്തുൽ വിദാഇൽ നടന്ന ഒരു സംഭവം പറയാം. നിബിതങ്ങളും വമ്പിച്ച സ്വഹാബി സംഘവും ഹജ്ജിനു വേണ്ടി മക്കത്തേക്ക് പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ അലി യമനിലായിരുന്നു. അലി ഒരു സംഘം മുസ്ലിം യോദ്ധാക്കളുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. നിബിതങ്ങളോടൊപ്പം ചേരണം, ഹജ്ജ് നിർവഹിക്കണം. ധൃതിയിൽ യാത്രയായി മക്കയുടെ അതിർത്തിയിലെത്തി. സൈന്യത്തെ അവിടെ നിർത്തി ഒരു നായകനെ നിയോഗിച്ചു. അലി നബിതങ്ങളെ കാണാൻ മക്കയിലേക്ക് പ്രവേശിച്ചു. യമനിൽ നിന്ന് ലഭിച്ച വിലകൂടിയ വസ്ത്രങ്ങൾ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്നു. മക്കയിൽ പ്രവേശിക്കുമ്പോൾ അവ ധരിക്കാമെന്ന് സൈനികർ കരുതി. എല്ലാവരും പുതിയ വേഷം ധരിച്ചു ആവേശഭരിതരായി നിന്നു. അലി തിരിച്ചെത്തി. ആർഭാടവേഷം കണ്ട് ക്ഷോഭിച്ചു. എന്താണിത്? അലി ഉച്ചത്തിൽ ചോദിച്ചു. മക്കയിൽ പ്രവേശിക്കുമ്പോൾ നല്ല വേഷം ധരിക്കാമെന്ന് കരുതി സൈന്യാധിപൻ പറഞ്ഞു. എല്ലാവരും ആർഭാടവേഷം അഴിച്ചുമാറ്റൂ. ആർഭാടം നമുക്ക് പറഞ്ഞതല്ല. പലർക്കും ദുഃഖം തോന്നി. എന്നാലും എല്ലാവരും വേഷം മാറി. നിബിതങ്ങളോട് ചിലർ ഇതിനെപ്പറ്റി പരാതി പറഞ്ഞു. നിബിതങ്ങൾ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കിടക്കുന്നു. അതിങ്ങനെയാകുന്നു: ജനങ്ങളെ, അലിയെപ്പറ്റി നിങ്ങൾ പരാതി പറയരുത്. പരാതിക്ക് അതീതമായ രീതിയിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കഷ്ടപ്പാട് സഹിച്ചവനാണ് അലി. ഹിജ്റ നടന്ന കാലം ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരി സഹോദരനായി സ്വീകരിച്ചു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അലിതങ്ങളെ നിബിതങ്ങൾ ആർക്കും നൽകിയില്ല. നിബിതങ്ങൾ അലിതങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു: അലി എന്റെ സഹോദരനാണ്. അലിതങ്ങളെ സവിശേഷമായ വ്യക്തിത്വം വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധഭൂമിയിലെ ഒരു രംഗം കാണുക. മുശ്രിക്കുകളുടെ അണിയിൽ നിന്നൊരു ശക്തൻ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ടു വന്നു. അബൂ സഅദ് ബിനു അബീ ത്വൽഹ അതായിരുന്നു അവന്റെ പേര്. പോർവിളി സ്വീകരിച്ചുകൊണ്ട് അലി മുമ്പോട്ടു കുതിച്ചു. പടവാളുകൾ ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടം. അലി തങ്ങളെ വെട്ടേറ്റ് ശത്രു നിലംപതിച്ചു. ശത്രു കിടന്നു പിടയാൻ തുടങ്ങി. അലി വാൾ ഉയർത്തി. വാൾ ഉടനെ ശരീരത്തിൽ പതിയും. എതിരാളി മരണമടയും. മരണവേപ്രാളത്തിനിടയിൽ ശത്രുവിന്റെ വസ്ത്രം അഴിഞ്ഞുപോയി. ഗുഹ്യസ്ഥാനം വെളിവായി. അത് കണ്ടതും അലിനോട്ടം തിരിച്ചു. വാൾ താഴ്ത്തി തിരിച്ചുപോന്നു. താങ്കളെന്താണ് ശത്രുവിനെ വധിക്കാതെ തിരിച്ചുപോന്നത്? മുസ്ലിം യോദ്ധാക്കൾ ചോദിച്ചു. അലി നൽകിയ മറുപടി ഇതിലായിരുന്നു: അവന്റെ ഗുഹ്യസ്ഥാനം വെളിവായി. അപ്പോൾ എനിക്ക് അവനോട് അലിവ് തോന്നി. മാന്യതയും വിവേകവും ആത്മനിയന്ത്രണവും പ്രകടിപ്പിച്ച എത്രയോ രംഗങ്ങൾ അലി തങ്ങളെ യുദ്ധചരിത്രത്തിൽ കാണാം. മക്ക വിജയം നടന്ന ദിവസം സ്വഹാബികൾ കൂട്ടംകൂട്ടമായി വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊടുമ്പീഡനങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞുവരികയാണ്. സ്വഹാബി സഅദ് ബിൻ ഉബാദ കൊടിപിടിക്കുന്നു. മുസ്ലിങ്ങളുടെ വൻസംഘം പിന്നിലുണ്ട്. മക്കയിലെ ഖുറൈശികൾക്കെതിരായ ചില പരാമർശങ്ങൾ സഅദിൽ നിന്നുണ്ടായി. അതുകേട്ടു ഉമർ തങ്ങൾ അസ്വസ്ഥനായി. സഅദ് ശത്രുക്കൾക്കെതിരെ പടപൊരുതുമോ? ഉമർ ഉടനെ നബിതങ്ങളുടെ സമീപത്ത് ഓടിച്ചെന്നു വിവരം പറഞ്ഞു. ഇത് വികാരപ്രകടനത്തിന്റെ സമയമല്ല, വിവേകം പ്രകടിപ്പിക്കേണ്ട സമയമാണ്. സ്വയം നിയന്ത്രണത്തിന്റെ വേളയാണ്. വിവേകവും സ്വയം നിയന്ത്രണ ശക്തിയുമുള്ള ഒരാൾ പതാക വഹിക്കണം. അങ്ങനെയുള്ള ഒരാൾ ആരുണ്ട്? രണ്ടാമതൊരാലോചന കൂടാതെ പറയാം: അലി. നബിതങ്ങൾ അലിതങ്ങളെ വിളിച്ചു ഇങ്ങനെ കൽപ്പിച്ചു: ഉടനെ സഅദിനെ സമീപിക്കുക, കൊടി ഏറ്റുവാങ്ങുക. ആ കൊടിയുമായി ആദ്യം മക്കയിൽ പ്രവേശിക്കുന്നത് അലിയായിരിക്കണം. ശത്രുക്കളുടെ സകല പീഡനങ്ങളെക്കുറിച്ചും നന്നായറിയാവുന്ന അലി തികഞ്ഞ പക്വതയോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പ്രതികാര ചിന്തകളൊന്നും മനസ്സിലുദിച്ചില്ല. നബിതങ്ങൾ എന്തു കൽപ്പിക്കുന്നുവോ അത് നിർവഹിക്കുക. അലിയുടെ സമചിത്തത അതെല്ലാവരും വാഴ്ത്തിപ്പറഞ്ഞിട്ടുണ്ട്. മിത്രങ്ങളും ശത്രുക്കളും ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു: അലി, നിനക്ക് ഞാൻ തരുന്നത് ഉത്തരവാദിത്വങ്ങളാണ്. ഉത്തരവാദിത്വങ്ങൾക്കുമേൽ ഉത്തരവാദിത്വം. പലർക്കും പലവിധ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അലി ആനുകൂല്യത്തിന്റെ ആളല്ല. കൽപ്പനകൾ സ്വീകരിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന സേവകനാണ്.
അള്ളാഹുവിന്റെയും തിരുദൂതരുടെയും പ്രീതി നേടിയ സേവകൻ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ പുതിയ ഗവർണർമാരെ നിയോഗിച്ചു. ഏറ്റവും വിശ്വസ്തരായിരുന്നു അവർ. ബസ്രയിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ടത് ഉസ്മാനുബിനു ഹനീഫ് എന്ന സ്വഹാബിയായിരുന്നു. സ്വഹാബി അമ്മാറുബിന് ഹസാരി കൂഫയിലെ ഗവർണറായി നിയമിച്ചു. അബ്ദുല്ലാഹിബിന് അബ്ബാസ് എന്നവരെ യമനിലേക്കും ഖൈസ്ബിനു സഅദ് ഈജിപ്തിലും സുഹൈലുബിന് ഹുനൈഫ് ഷാമിലും നിയോഗിക്കപ്പെട്ടു. ഇതിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും ചാർജ് എടുത്തു. ഷാമിലെ ഗവർണർക്ക് അധികാരമേൽക്കാൻ കഴിഞ്ഞില്ല. ഷാമിൽ നിലവിലുള്ള ഗവർണർ മുആവിയ തങ്ങളാണ്. അദ്ദേഹത്തെ മാറ്റി തലസ്ഥാനത്ത് സുഹൈലുബിന് ഹുനൈഫിനെ നിയോഗിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ അലി ചെയ്തത്. മുആവിയ സ്ഥാനമൊഴിയാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ സുഹൈൽ എന്നവരെ തിരിച്ചയച്ചു. ഖലീഫയെ അനുസരിക്കാൻ മുആവിയ ബാധ്യസ്ഥനാണ്. പക്ഷെ മുആവിയ ഖലീഫയുടെ കത്തുകൾക്ക് പോലും വില കൽപ്പിച്ചില്ല. അലിയെ ഖലീഫയായി അംഗീകരിച്ചില്ല. ബൈഅത്ത് ചെയ്തില്ല. മുആവിയ ഖലീഫയുടെ മുമ്പിൽ വെല്ലുവിളിയായിത്തീർന്നു. ഇവിടെ ബലപ്രയോഗങ്ങൾ അനിവാര്യമാണ്. സ്വഹാബി ഉസ്മാന്റെ ഘാതകരെ പിടികൂടണമെന്ന മുറവിളി ഉയരുകയാണ്. ആരാണ് ഘാതകർ? ആയിരക്കണക്കിനാളുകൾ കുറ്റം ഏറ്റുപറയുന്ന അവസ്ഥ. ഖലീഫയുടെ പ്രഖ്യാപനം വന്നു. എനിക്ക് അല്പം സാവകാശം തരൂ. നാട്ടിൽ ക്രമസമാധാനം ശരിയാക്കട്ടെ. എന്നിട്ട് ഘാതകരെ പിടിച്ച് ശിക്ഷിക്കാം. ഉടനെ ഉയർന്നു പ്രതിഷേധം. പറ്റില്ല, സാവകാശം തരില്ല. ഉടനെ പിടിക്കണം, ശിക്ഷിക്കണം. മറ്റെല്ലാ നടപടികളും അതിനുശേഷം മാത്രം. ഖലീഫയെ കൂടുതൽ പ്രയാസപ്പെടുത്തിയ മൂന്നാമതൊരു സംഭവം കൂടി നടന്നു. ആയിഷ ബീവി, ത്വൽഹ, സുബൈർ എന്നിവർ മക്കയിൽ നിന്ന് നേരെ ഇറാഖിലേക്ക് യാത്ര തിരിച്ചു. ഉസ്മാൻ തങ്ങളെ കൊലയാളികളോട് പ്രതികാരം ചെയ്യാൻ ഇറാഖുകാരെ പ്രേരിപ്പിക്കുക, ഇതിനായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് വളരെ അപകടകരമായ നീക്കമാണെന്ന് ഖലീഫ മനസ്സിലാക്കി വധിക്കപ്പെടുമ്പോൾ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന കുപ്പായം ഇപ്പോൾ മുആവിയയുടെ കൈവശമാണുള്ളത്. ചോര പുരണ്ട കുപ്പായം പള്ളിയിൽ തൂക്കിയിട്ടു. 10,000-കണക്കിനാളുകൾ കുപ്പായം കണ്ട് പൊട്ടിക്കരയുന്നു. ഘാതകരോട് പടപൊരുതാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവരും നിയമം കയ്യിലെടുക്കുന്നു. ഖലീഫയ്ക്ക് ശക്തമായ പിന്തുണ നൽകേണ്ട പ്രതിസന്ധിഘട്ടത്തിൽ ഇവരൊക്കെ കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത്. സമുദായം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഖലീഫയ്ക്ക് ബോധ്യമായി. ഇനി എന്തു വേണം? പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ ഖലീഫയ്ക്ക് ബലം പ്രയോഗിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ആയിഷ ബീവിയും വൻ മുസ്ലിം സമൂഹവും ബസ്രയിലെത്തി ക്യാമ്പ് ചെയ്തു. ഖലീഫയും സൈന്യവും ബസ്രയിലെത്തി. ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു. അതൊഴിവാക്കണം. ഖലീഫയുടെ ചില പ്രതിനിധികൾ രംഗത്തുവന്നു. ആയിഷ ബീവിയുടെ പ്രതിനിധികളും രംഗത്തെത്തി. അവർ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചു. പരസ്പരം കേട്ടു. പല തെറ്റിദ്ധാരണകളും നീങ്ങി. ആയിഷ ബീവി യുദ്ധം വേണ്ടെന്ന് പറഞ്ഞു. മദീനയിലേക്ക് മടങ്ങിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അലി അവർകൾക്കും സമാധാനമായി. യുദ്ധമില്ല, മനസ്സ് ശാന്തമായി. ഇരു ക്യാമ്പിലുള്ളവരും ശാന്തമായി ഉറങ്ങി. ഉസ്മാൻ തങ്ങളുടെ ഘാതകർ അവർ ഉറങ്ങിയില്ല. അവർ പ്രചരിപ്പിച്ച കിംവദന്തികളും നുണപ്രചരണങ്ങളുമാണ് ഇരുവിഭാഗത്തെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചത്. മുസ്ലിങ്ങൾ ഭിന്നിക്കണം, നിരവധി കക്ഷികളായി മാറണം, പരസ്പരം യുദ്ധം ചെയ്യണം, നശിക്കണം. അതാണവരുടെ ആവശ്യം. അതിനുവേണ്ടിയാണവർ കഠിനമായി അധ്വാനിക്കുന്നത്. കാത്തുകാത്തിരുന്ന യുദ്ധം ഒഴിവായി പോവുകയോ? അത് പാടില്ല. യുദ്ധം നടക്കണം. നമ്മൾ 1000 പേരുണ്ട്. വേണ്ടത്ര ആയുധങ്ങളുണ്ട്. പാതിരാത്രിയിൽ ആയിഷയുടെ ക്യാമ്പിലേക്ക് കുതിച്ചു ചെല്ലുക. എല്ലാവരും യാത്രക്ഷീണത്താൽ നല്ല ഉറക്കിലാണ്. കുറേ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്താം. അലിയുടെ ആളുകളാണ് ആക്രമിക്കുന്നതെന്ന് അവർ ധരിക്കും. ഉടനെ അലിയുടെ ക്യാമ്പ് ആക്രമിക്കും. അവർ തമ്മിൽ പട തുടങ്ങിയാൽ നമ്മൾക്ക് കാഴ്ചക്കാരായി നോക്കിനിന്ന് രസിക്കാം. ആയിഷയുടെ സൈന്യത്തെ നയിക്കുന്ന ത്വൽഹ, സുബൈർ എന്നിവരാണ്. ഇവരുടെ ചലനങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. നികൃഷ്ടരായ 1000 മനുഷ്യർ ആയുധമണിഞ്ഞു. പാതിരാത്രി സമയം ശാന്തമായുറങ്ങുന്ന മനുഷ്യരുടെ മധ്യത്തിലേക്ക് പാഞ്ഞുകയറി. പോർവിളി മുഴക്കിക്കൊണ്ടുള്ള ക്രൂരമായ ആക്രമണം തുടങ്ങി. അലർച്ച, നിലവിളി, മരണവൈപ്രാള്യം. ആയിഷ ബീവിയുടെ ക്യാമ്പിലുള്ളവർ ആയുധമണിഞ്ഞു. അലിയുടെ ക്യാമ്പിനെ ആക്രമിച്ചു. യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഹ്ലാദം കൊള്ളുകയാണ്. അലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും? അതാണ് ചിന്ത. അലി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് തന്റെ കുതിരയെ മുമ്പോട്ടു പായിച്ചു. എതിർ സൈന്യത്തിന്റെ സമീപം വന്നുനിന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ത്വൽഹ, ഇങ്ങോട്ട് വരൂ. സുബൈർ, ഇങ്ങോട്ട് വരൂ. എന്റെ അടുക്കൽ വരൂ. ഇരുവരും ഖലീഫയുടെ സമീപത്തെത്തി. അലി തങ്ങൾ ത്വൽഹയോട് ശബ്ദമുയർത്തി ചോദിച്ചു, ത്വൽഹ, താങ്കൾ സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തി നബി തങ്ങളുടെ ഭാര്യയെയും കൂട്ടി യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ചോദ്യം കേട്ടും ത്വൽഹ ഞെട്ടിപ്പോയി. മുഖം മ്ലാനമായി. വാൾ പിന്നെ ഉയർന്നില്ല. ദുഷ്ടന്മാർ അദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം ഇനി യുദ്ധം ചെയ്യില്ല. യുദ്ധക്കളം വിട്ടുപോവുകയാണ്. ചിലർ അദ്ദേഹത്തെ പിന്തുടർന്നു. അലി സുബൈറിനോട് ചോദിച്ചു, സുബൈർ,
ഒരു ദിവസം ഞാൻ നബിതങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നുവന്നു. അപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. താങ്കൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, സുബൈറിന് ഇവനെ ഇഷ്ടമാണോ? താങ്കൾ പറഞ്ഞു, അതെ. അത് കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ ഇവനോട് അക്രമം കാണിക്കും, യുദ്ധം ചെയ്യും. ഓർമ്മയുണ്ടോ? സുബൈർ പതറിയ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ മറന്നത് നിങ്ങൾ ഓർമ്മിപ്പിച്ചു. വാൾ താഴെയിട്ടു, ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഈ യുദ്ധം അക്രമമാണ്, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. സുബൈർ യുദ്ധക്കളം വിടുകയാണ്. ശത്രുക്കൾ വളരെ രഹസ്യമായി ത്വൽഹയെയും സുബൈറിനെയും പിന്തുടർന്നു. വഴിയിൽ വെച്ച് വധിച്ചു കളഞ്ഞു. യുദ്ധം തുടരുകയാണ്. എങ്ങനെ യുദ്ധം നിൽക്കും? ആയിഷ ബീവി യുദ്ധക്കളത്തിലാണ്. ഒട്ടകപ്പുറത്ത്, കൂടാരത്തിൽ. ഒട്ടകത്തെ കൊല്ലണം. ആയിഷ ബീവിക്ക് ഒരാപത്തും പറ്റാൻ പാടില്ല. കൂടാരം പൊക്കിയെടുത്തു മാറ്റണം. ചിലരെ ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തി. പിന്നെയെല്ലാം ദ്രുതഗതിയിൽ നടന്നു. ഒട്ടകം വധിക്കപ്പെട്ടു, കൂടാരം എടുത്തു മാറ്റപ്പെട്ടു. ആയിഷ ബീവിയെ ഒരു വീട്ടിൽ താമസിപ്പിച്ചു. സഹോദരനെ കൂടെ അയച്ചു. പിന്നീട് അവരെ മദീനയിലേക്കയച്ചു. ഇതാണ് ജമൽ യുദ്ധം. ഖലീഫ യുദ്ധം ജയിച്ചു. പക്ഷെ ദുഃഖമായിരുന്നു മനസ്സ് നിറയെ. ശത്രുക്കളുടെ ക്രൂരമായ വഞ്ചനയെക്കുറിച്ച് മുസ്ലിങ്ങൾ ബോധവാന്മാരായി. ആയിഷ ബീവി അതീവ ദുഃഖിതയായിരുന്നു. പിൽക്കാല ജീവിതത്തിൽ ആ ദുഃഖം നിലനിന്നു. ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ ഖലീഫയെ അംഗീകരിക്കാതെ സ്വതന്ത്ര ഭരണാധികാരിയായി വാഴുകയാണ്. സുശക്തമായൊരു സൈന്യത്തെ സജ്ജമാക്കിയിട്ടുണ്ട്. നല്ല ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി അവരെ കൂറുള്ള സൈന്യമാക്കി നിർത്തി. ഷാം സമ്പന്ന രാഷ്ട്രമാണ്. ജനങ്ങൾ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. കൃഷിയിലും കാലിവളർത്തലിലും കച്ചവടത്തിലും അവർ മുൻപന്തിയിലായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ലോക മാർക്കറ്റ് ഷാമിലായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും മുആവിയ ഉപയോഗപ്പെടുത്തി. അവിടെ സുഖമായി വാഴുകയാണ്. മകൻ യസീദ് സുഖലോലുപനായിരുന്നു. ഉസ്മാന്റെ രക്തം പുരണ്ട കുപ്പായം കൊടിപോലെ ഉയർത്തിക്കാണിച്ചു. 50,000 ആളുകൾ അതിന്നു താഴെ തടിച്ചുകൂടി. അവർ കരയുന്നു. താടിയിലൂടെ കണ്ണീരൊഴുക്കുന്നു. അവർ ഖലീഫയ്ക്കെതിരെ പൊരുതാൻ തയ്യാറായി നിന്നു. ഖലീഫയും സൈന്യവും കൂഫയിലെത്തി. ഖലീഫയ്ക്ക് താമസിക്കാൻ ഔദ്യോഗിക വസതി ഒരുങ്ങി നിൽക്കുന്നു. അലി പ്രഖ്യാപിച്ചു, ഞാനിതിൽ താമസിക്കില്ല. അദ്ദേഹം സാധാരണക്കാരനെപ്പോലെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചു. സൗകര്യപ്രദമായ ഔദ്യോഗിക വസതിയിൽ താമസിക്കാൻ പൗരപ്രമുഖന്മാരും മറ്റും ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ല. ഉമറുബ്നുൽ ഖത്താബ് ഇതിനെ വെറുത്തിരുന്നു. കൂഫ അങ്ങാടിയിൽ ഖലീഫയെ കാണാം. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ചുമന്നു കൊണ്ടുവരുമ്പോൾ പലരും സഹായിക്കാൻ സന്നദ്ധരായി വരും. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വീട്ടുകാരൻ തന്നെ ചുമന്നുകൊണ്ടുപോവണം. അലി തങ്ങളെ മറുപടി ആരെങ്കിലും വഴിതെറ്റി വന്നാൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. ബലഹീനന്മാരെ സഹായിക്കും. ഭാരം ചുമക്കുന്നവരെ സഹായിക്കും. വൃദ്ധരുടെ ഭാരം ചുമക്കും. ഇതിൽ നിന്നൊക്കെ ഖലീഫയെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു നോക്കി. ഒരു ശ്രമവും വിജയിച്ചില്ല. സാധാരണക്കാരന്റെ വസ്ത്രം ധരിച്ചു, സാധാരണക്കാരന്റെ ആഹാരം കഴിച്ചു, ജീവിച്ചു. ശൈലിയിൽ മാറ്റമില്ല. 3 വെള്ളിക്കാശ് വാങ്ങിയ ഉടുപ്പ് ധരിച്ച് കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കുന്ന ഖലീഫയെ ചിലർ ഉപദേശിച്ചു. നല്ല വസ്ത്രം ധരിച്ച് ഒരു ഭരണാധികാരിയുടെ പ്രൗഢിയോടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കണം. അലി ഇങ്ങനെ മറുപടി നൽകി, ദുനിയാവിനെ അവഗണിക്കാൻ എന്നെ അനുവദിക്കുക. ലോകാനുഗ്രഹിയായ പ്രവാചകനെപ്പോലെ ലളിതമായ ജീവിതം നയിച്ചു. ദുനിയാവിന്റെ ആഡംബരങ്ങളെ അവഗണിച്ചു. ഇതിന് വിരുദ്ധമായ അവസ്ഥയായിരുന്നു മുആവിയയുടേത്. നല്ല ഭവനം, നല്ല ഭക്ഷണം, വിലകൂടിയ വസ്ത്രങ്ങൾ, സുഖസൗകര്യങ്ങൾ, വമ്പിച്ച സൈനിക ശക്തി, അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ, ഉപായങ്ങൾ, ഖലീഫയ്ക്കെതിരെ യുദ്ധസന്നാഹങ്ങൾ. അലി തങ്ങളെക്കാലത്ത് ജീവിച്ച മഹാപണ്ഡിതനായിരുന്നു ഇമാം ഹസൻ ബസ്രി. അലി തങ്ങളിൽ നിന്ന് വിജ്ഞാനം നേടിയ മഹാൻ. ഇസ്ലാമും ഈമാനും ഇഹ്സാനും പരിചരിഞ്ഞു. ഇഹ്സാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് അത് തിരിച്ചുകൊണ്ടുവരാനുള്ള മാർഗം പഠിപ്പിച്ചുകൊടുത്തു. അങ്ങനെ തസവുഫ് എന്ന വിജ്ഞാനശാഖയുണ്ടായി. ആദ്യകാല സൂഫി പ്രമുഖനായി ഹസൻ ബസ്രി ചരിത്രത്തിൽ ഇടം നേടി. അദ്ദേഹം തന്റെ ആത്മീയ ഗുരുവായ അലി അവർകളെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്, അലി അവർകളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സമുദായത്തിന്റെ ആത്മീയ ഗുരുവാണ് ഇമാം അലി തങ്ങൾ. ആത്മീയ സരണിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രകാശം നൽകുന്ന വഴിവിളക്കാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഉമറുബ്നുൽ അബ്ദുൽ അസീസ് ഇങ്ങനെ പ്രസ്താവിച്ചു, ഭൗതിക വിരക്തിയിൽ മുമ്പിലായിരുന്നു അലിയുബ്നു അബീ ത്വാലിബ്. വിലായത്തിന്റെ സമുന്നത പദവിയാണ് മഹാനവർകൾക്കുള്ളത്. ആത്മീയ ലോകത്തെ മഹാപുരുഷന്മാർക്ക് അവിടത്തെ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 3ാം ഖലീഫ ഉസ്മാനുബ്നു അഫ്ഫാൻ വധിക്കപ്പെട്ടപ്പോൾ ഏറ്റവുമധികം ദുഃഖിച്ചത് അലിയായിരുന്നു. മഹാനവറുകൾ ഖൽബുരുകി പ്രാർത്ഥിച്ചതിങ്ങനെയായിരുന്നു, അല്ലാഹുവേ, ഉസ്മാന്റെ കൊലപാതകത്തിൽ എനിക്കൊരു പങ്കുമില്ല. എന്റെ നിരപരാധിത്വം ഞാൻ നിനക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ഒരു വിധത്തിലും അതിനെ അനുകൂലിച്ചിട്ടില്ല. അല്ലാഹുവേ, ഉസ്മാന്റെ ഘാതകരെ നീ ശപിക്കണമേ. ഉസ്മാൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്വന്തം പുത്രന്മാരായ ഹസൻ, ഹുസൈൻ എന്നിവരോട് അലി പറഞ്ഞ വികാരഭരിതമായ വാക്കുകൾ പ്രസിദ്ധമാണ്.
ഖലീഫയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് രക്തസാക്ഷികളായിക്കൂടായിരുന്നോ? ഇതാണ് സത്യാവസ്ഥ. എന്നിട്ടും മുആവിയ ശാമിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതെന്താണ്? ഉസ്മാന്റെ കൊലപാതകത്തിൽ അലിക്കു പങ്കുണ്ട്. കൊലയാളികളെ അലി സംരക്ഷിക്കുന്നു. ശാമുകാർ, സിറിയക്കാർ അത് പൂർണ്ണമായി വിശ്വസിച്ചു. കുറച്ചുപേരൊഴികെ. അവർക്ക് ശത്രുതയാം. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി മുആവിയയുടെ കൂടെ നിന്നു. സിറിയക്കാരിൽ ഭൂരിപക്ഷവും സമീപകാലത്ത് ഇസ്ലാമിൽ വന്നവരാണ്. നവമുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ആളായി അവർ കണ്ടത് മുആവിയയെയാണ്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ മഹാന്മാരുടെ കൂടെ നമ്മളെ എല്ലാവരുടെയും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.